കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലാണ്. കാസർഗോഡ് ജില്ലയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി കേരളത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ അഥവാ ക്യാഷ് ക്രോപ്സ്. പരുത്തി, മെസ്ത, ചണം എന്നിവ നാരുവിളകളാണ്. അതുപോലെ നിലക്കടല, കടുക്, എള്ള്, നാളികേരം, ആവണക്ക് എന്നിവ എണ്ണക്കുരുക്കളാണ്. അപ്പോൾ പരുത്തി, മെസ്ത, ചണം എന്നിവ നാരുവിളകളും നിലക്കടല, കടുക്, എള്ള്, നാളികേരം, ആവണക്ക് എന്നിവ എണ്ണക്കുരുക്കളുമാണ്. പാനീയ വിളകളാണ് വാനില, തേയില, കൊക്കോ, കാപ്പി എന്നിവ. വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷിയാണ് ട്രാക്ക് ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പുനഃകൃഷി അഥവാ ഫിഷ്ടിംഗ് കൾട്ടിവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആസാമിലെ പുനഃകൃഷി രീതിയാണ് ജൂം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷിയോടൊപ്പം കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷിരീതിയാണ് മിക്സഡ് ഫാമിംഗ് അഥവാ സങ്കര കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് വിശാല കൃഷി രീതി. കൂടുതൽ മുടക്ക് മുടക്കി കുറച്ച് സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം വരുത്തുന്ന കൃഷി രീതിയാണ് കടും കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ഥിരമായി ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് സ്ഥിരകൃഷി. മണലൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുകളാക്കി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണിനം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണായിട്ടുള്ള ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണും, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കറുത്ത മണ്ണും, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ലാറ്ററൈറ്റ് മണ്ണുമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ്ഗമായിട്ടുള്ള സസ്യമാണ് സോയാബീൻ. കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ്. മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് പദാർത്ഥമാണ് കുമ്മായം. അപ്പോൾ മണ്ണിൻ്റെ അമ്ലവീര്യം കുമ്മായം ഉപയോഗിച്ചിട്ടാണ് കുറയ്ക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ ഉൽപ്പാദനം ആരംഭിച്ചത് കേരളത്തിലാണ്. കാർഷികോൽപാദനങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയാണ് അമ്ലാർക്ക് മുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ടാണ് പൊന്മുടി. ഇന്ത്യയിലെ ആദ്യ തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. ഇത് കണ്ണൂരിലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് പാലോട്ടാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി തൈകൾ കൊണ്ടുവന്നത് അറബികളാണ്. ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള കൂർക്കാണ്. NPK വളത്തിലെ ഘടകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. ബോർഡോ മിശ്രിതം കുമിൾനാശിനി എന്ന പേരിലും അറിയപ്പെടുന്നു. വേപ്പെണ്ണ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജൻ്റെ അഭാവമാണ്. മിനറലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന പോഷണവും നൈട്രജനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ തെങ്ങ്, റബ്ബർ, നെല്ല് എന്നിവയാണ്. കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള മരച്ചീനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഫാക്റ്റാണ്. പന്നിയൂർ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. മൂന്നിനം കാപ്പിക്കുരു അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവയാണ്. സാധാരണ ഉപയോഗിക്കുന്ന കാപ്പിയിനം കോപ്പിയ അറബിക്ക എന്നതാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം തെങ്ങിനങ്ങൾ എന്നാണ്.